വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സെഗ്മെന്റും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആ സെഗ്മെന്റിനെ കുറിച്ച് പറയാൻ എന്താ വെച്ചാൽ നമ്മുടെ ഒരു കുറച്ചും കൂടെ ന്യൂസസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലിന് ഒരു പേര് ഇതുവരെ, ചാനലിനല്ല ഈ ഒരു സെഗ്മെന്റിന് നമ്മളൊരു പേര് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക, ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ന്യൂസും ഒരു ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്കോഡയുടെ കോമ്പാക്ട് SUV വരുന്നുണ്ട്. അതിനൊരു പേര് നൽകുന്ന ആൾക്ക് സ്കോഡ ഒരു കാറ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ആ കാർ കിട്ടുന്ന ഭാഗ്യവാൻ ആരാണോ ഞാനും അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്റെ പേരൊന്നും സെലക്ട് ചെയ്തില്ല. അവസാനം അവർ അതിന് പേര് ഡിസൈഡ് ചെയ്തു. കോസ്മിക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. COSMIC എന്നാണ് കോസ്മിക്. ആ കോസ്മിക് അല്ല, KOSMIQ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പം അവർ ആ കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന ആ ഒരു പേര് ഫൈനലി അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡിയ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ ചാനലിന് അല്ലെ നമ്മുടെ ഈ ഒരു കണ്ടന്റിന് നിങ്ങൾ പേരിടുക. അപ്പം പേര് കമന്റ് ചെയ്താൽ മതി. ആൾക്കൊരു കിടിലൻ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്കൊരു ചൈനീസ് ബ്രാൻഡിനെ കുറിച്ച് പറയാം. ഷവോമി. നമ്മുടെ ഇവിടെ വന്ന് മൊബൈലിനകത്തൊക്കെ അടിച്ച് കലക്കി തരംഗം സൃഷ്ടിച്ച ഒരു ബ്രാൻഡ് തന്നെയാണ് ഷവോമി എന്ന് പറയുന്നത്. അപ്പോൾ ഷവോമിയുടെ SU7 ലോഞ്ച് ചെയ്തത് ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് അറിഞ്ഞ കുറച്ച് ന്യൂസസ് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ആദ്യം തന്നെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെ. ഷവോമിയുടെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 30 ലക്ഷം രൂപ അല്ലെ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന വാഹനമാണ്. എന്നാൽ ഇതിന്റെ സ്പീഡും പെർഫോമൻസും ഒക്കെ വരുന്നത് ഒരു ലംബോർഗിനി റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 3-4 കോടി രൂപ റേഞ്ചിൽ വരുന്ന ആ ഒരു വാഹനങ്ങളുടെ റേഞ്ചിൽ ലംബോർഗിനി, ഫെറാറി അതിനെയൊക്കെ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പെർഫോമൻസ് കമ്പനി അവകാശപ്പെടുന്നത്. 0 to 100 സ്പീഡിൽ എത്താനായിട്ട് ഈ വാഹനത്തിന്റെ ടൈം എത്രയാണെന്ന് അറിയോ? 2.78 സെക്കൻഡ്. 2.78 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചായ സിപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറയാൻ വേണമെങ്കിൽ അതിനുള്ളിൽ ഈ സാധനം 100 കിലോമീറ്റർ സ്പീഡിലെത്തും. 0-ൽ നിന്ന് 200 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താനായിട്ട് SU7 വേണ്ടത് 10.68 സെക്കൻഡ് മാത്രം മതി. 10 സെക്കൻഡ് കൊണ്ട് 200 കിലോമീറ്റർ സ്പീഡ് കേരളത്തിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല, നടക്കൂല. ടോപ്പ് സ്പീഡ് വരുന്നത് 265 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. 100 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 0-ലേക്ക് എത്താനായിട്ട് 33 മീറ്ററിനുള്ളിൽ 33 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിനുള്ളിൽ വണ്ടി 0 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തും. നല്ല ബ്രേക്കിംഗ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചൈനയിൽ ഒരു മോട്ടോ വ്ളോഗർ വണ്ടി എടുത്തുകൊണ്ട് റേസ് ട്രാക്കിലോട്ട് ഇറങ്ങി വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കുന്ന ടൈമിൽ ഒരു ടേൺ എടുക്കാൻ നോക്കുന്നു. വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയർ ആവുന്നു. വണ്ടി നേരെ അവിടെ ടയർ വോളിലേക്ക് ഇടിച്ച് കയറി കുറച്ച് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. എയർ ബാഗ്സ് ഒക്കെ മൊത്തം പൊട്ടി വെളിയിൽ വന്നു. ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് പുള്ളി ഒരു വീഡിയോ ചെയ്യുന്നതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ആ ടേൺ എത്തുന്ന ടൈമിൽ ബ്രേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന പോലത്തെ സൗണ്ടാണ് വീലിന്റെ ഭാഗത്തുനിന്ന് വന്നതെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഫെയിലിയർ ആയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വണ്ടി വഴി വെച്ച് ഇടിക്കുകയുണ്ടായി. അതിനാണെങ്കിൽ പോലും ഇടിച്ചിട്ട് എയർ ബാഗ് ഓപ്പൺ ആയില്ല. അങ്ങനെ ഒരു ഇഷ്യൂ. പിന്നെ വേറൊരു വണ്ടി ബാക്കിൽ വന്ന് ഈ SU7 എന്ന് പറയുന്ന കാറിന്റെ ബാക്കിൽ വന്നു. അത് ഇടിച്ചത് വേറൊരു SU7 തന്നെയാണ്. ഇടിച്ചപ്പം അതിന്റെ ബാക്കിലെ ഒരു ഗ്യാസ് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് ഒക്കെ ഇടിച്ച് താഴെ ഇട്ടു. ചെറിയൊരു ഇടി കിട്ടിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇതെല്ലാം ഇടിച്ച് താഴെ ഇട്ടു. അതാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഈ വണ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പറയേണ്ടത് മൊത്തം കോമഡിയാണ്. ഇതിനെ ഷവോമിയുടെ CEO വന്നിട്ട് ഭയങ്കര തള്ളൊക്കെ തള്ളി. എയറോഡൈനാമിക് ആണ്, സൈഡിൽ കൂടെ എയർവെന്റ് ഉണ്ട്, ഡോറിന്റെ ആ ഫെൻഡറിന്റെ ഭാഗത്തൂടെ ഒരു എയർവെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളൊക്കെ തള്ളിയതാണ്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർവെന്റ് ആക്ച്വലി ഇത് പൊളിഞ്ഞു പോവാണ്. വണ്ടി കാറ്റ് പിടിക്കുമ്പോഴത്തേക്കും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു എയർവെന്റിനില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോർഷൻ ഇങ്ങനെ പൊളിഞ്ഞു പോവാണ്. വണ്ടി ഓടി പോകുമ്പോൾ അതിങ്ങനെ ചിറക് പോലെ കിടന്ന് ഇങ്ങനെ അടിക്കും. ഞാൻ നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതല്ല, പക്ഷെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ കുറേ തള്ളുകൾ ഉണ്ടായിരുന്നു. Audi, BMW, ബെൻസ് തുടങ്ങിയ കമ്പനികളുടെ കസ്റ്റമേഴ്സ് ഒക്കെയാണ് ഞങ്ങളുടെ വണ്ടികൾ കൂടുതൽ എടുക്കുന്നത്. ഞങ്ങളുടെ കമ്പനി അവർ നോക്കിക്കാണുന്ന ഒരു ലക്ഷറി ബ്രാൻഡായിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പോർഷെ ടേക്കാനിനേക്കാളും ഞങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ്. അപ്പം സ്പീഡ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അത്രയും പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം കുറച്ച് തള്ളൊന്ന് കുറയ്ക്കുക, ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം മറ്റ് ബ്രാൻഡുകൾ ബെൻസും BMW, Audi ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി മുളച്ചൊന്നുമല്ല. അവരൊക്കെ ഒരുപാട് വർഷത്തെ റിസർച്ചും കാര്യങ്ങളും കണ്ടിട്ടാണ് ഓരോ വണ്ടികളും ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ മെറ്റീരിയൽസും എല്ലാം സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവരെക്കാളും പെർഫോമൻസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ട് എന്നുള്ള രീതി ജസ്റ്റ് പറഞ്ഞാൽ മതി. അല്ലാതെ അവരുടെ കസ്റ്റമേഴ്സ് ഞങ്ങളെ നോക്കുന്നു, അവരെക്കാളും നല്ല ടെക്നോളജി, മറ്റേ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഞങ്ങളുടെ നല്ലതാണ്, അങ്ങനൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ നല്ലതാണെങ്കിൽ അത് മാത്രം പറയാ പോവാ.
അവരിങ്ങനെ റാമ്പിൽ പൊക്കി നിർത്തിയിട്ട് നോക്കുമ്പോൾ അടിവശത്ത് ബാറ്ററി ഇരിക്കുന്നതിന്റെ ഷീൽഡൊക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ബേസിക് ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. പോർഷനിൽ ആ ഒരു ബമ്പറിന്റെ പോർഷനിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാസ്റ്റിക്സ് പല വണ്ടികളിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബലൂണെ പിടിക്കുന്ന രീതിയിലാണെന്നാണ് പലരും പറയുന്നത്. നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പ്ലാസ്റ്റിക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാതെ നമുക്കൊന്നും അറിയില്ല ഇന്ത്യയിലേക്ക് എന്ന് വരും എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അവരുടെ കുറച്ച് പോസിറ്റീവ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ഏകദേശം 32 ദിവസത്തോളമായി ഈ വണ്ടി ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസത്തിനകത്ത് ഏകദേശം 10,000-ഓളം വണ്ടികൾ അവർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 10,000 വണ്ടിയുടെ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ക്ലാപ്പ് നമുക്ക് കൊടുക്കണം. 75,000-ഓ 80,000 അങ്ങാണ്ട് ബുക്കിംഗ് ഇവർക്ക് പ്രീ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 5,000-ഓളം വണ്ടികൾ ഇവർ ഡെലിവർ ചെയ്തു. അങ്ങനെ കുറെ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്, പക്ഷേ കുറെ നെഗറ്റീവ് കാര്യങ്ങളും. ചൈനയിലെ സോഷ്യൽ മീഡിയാസിനകത്ത് ഇവരെ കുറിച്ച് കുറെ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത കൂടുതൽ ആൾക്കാരും ആപ്പിൾ യൂസേഴ്സ് ആണ്. ആപ്പിളിന് കുറച്ചും കൂടെ കൂടുതൽ കോമ്പാക്ട്, മറ്റേത് ബ്രാൻഡിനേക്കാളും കൂടുതൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ല അവർ കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഷവോമിയുടെ മൊബൈലിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആപ്പിളൊക്കെ കത്തിപ്പോകാതിരുന്നാൽ ഭാഗ്യം. എന്തെങ്കിലും ആട്ടെ. പിന്നെ നെഗറ്റീവ് പറഞ്ഞ് തീരുന്നുമില്ല, ഇഷ്ടംപോലെ പറയാൻ കിടക്കുകയാണ്. പിന്നെ SU7 Max എന്നൊക്കെ പറയുന്ന മോഡലിന് 800 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. ഒരു റീചാർജിനകത്ത് 800 കിലോമീറ്റർ പറയുന്നുണ്ട്, പക്ഷെ 600 സംതിങ് ഒക്കെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ഇഷ്യൂസ് ഇവരുടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ മഹേന്ദ്രയുടെ XUV 300 ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. പേര് മാറ്റിയിട്ടുണ്ട്, 3XO ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണെന്ന് അറിയില്ല, ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും സൺറൂഫ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്. കാരണം പനോരമിക് സൺറൂഫ് ആണ്, ചെറിയ വണ്ടിയാണ്, അതിനകത്ത് ഇത്രയും വലിയ സൺറൂഫ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും അവർ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആർക്കും ഉപയോഗിക്കാനൊന്നും അല്ല കേട്ടോ, ചുമ്മാ വാങ്ങിച്ച് അവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ ആരും ഉപയോഗിച്ച് ഞാനങ്ങനെ പൊതുവെ കാണാറൊന്നുമില്ല. ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം വല്ല ഓപ്പൺ ആക്കി അതാണ് സൺറൂഫിന്റെ ഉപയോഗം. എന്നാലും എല്ലാവർക്കും സൺറൂഫ് വേണം. ഈ സൺറൂഫിന് ഒരു പേരിട്ടേക്കുന്നത് സ്കൈ റൂഫ് എന്നാണ്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ കിയ 4 ലക്ഷം വണ്ടികളോളം വിറ്റിരിക്കുകയാണ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മോഡൽ അവർ 4 ലക്ഷം വണ്ടികൾ വിറ്റിട്ടുണ്ട്. 3.17 ലക്ഷം വണ്ടികൾ ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്, ബാക്കി എക്സ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും കിയയുടെ വാഹനങ്ങൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ചെയർമാൻ MC ഭാർഗവ അല്ല RC ഭാർഗവ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്നു അവര് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള റിസർച്ചിങ് ഗ്യാരണ്ടി വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളും അവർ ഇതുപോലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ചിലാണ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിലേക്ക് മാരുതിയുടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് വണ്ടികളും നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനങ്ങളും കൂടെ അവർ കൊണ്ടുവരാനായിട്ട് ഉടനെ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് അതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ BMW i4 അങ്ങ് ഇന്ത്യയിലല്ല പുറത്ത് യൂറോപ്പിലൊക്കെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വലിയ താമസം ഇല്ലാതെ ഇന്ത്യയിലേക്കും വരും. കൂടെ ഹെഡ്ലൈറ്റും ബാക്കിലെ ലൈറ്റും കുറച്ചും കൂടെ ഷാർപ്പർ ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ കിഡ്നി ഗ്രില്ലുകൾക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയർ സെലക്ടർ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് മെയ് 9 എന്നായിരുന്നു അവർ ഫിക്സ് ചെയ്തത്. സ്വിഫ്റ്റിന്റെ ലോഞ്ച് 9 ആയിരുന്നു, പക്ഷെ മേ ബി അത് സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിലേക്ക് മാറാൻ. സെക്കൻഡ് വീക്ക് എന്ന് പറയുമ്പോൾ 9 സെക്കൻഡ് വീക്കാണ്, ചിലപ്പോൾ തേർഡ് വീക്കിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹൈബ്രിഡ് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല ഇന്ത്യയിൽ. 3 സിലിണ്ടർ എഞ്ചിൻ ആണ് വരുന്നത്, 1200 cc ആണ്, 25.7 25.2 കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്പനി പറയുന്നത് എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 3 സിലിണ്ടർ ആകുമ്പോൾ പവർ കുറയുമോ എന്നുള്ള ഡൗട്ടാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം. പക്ഷെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ്ങിനകത്ത് മാരുതി പറഞ്ഞിരിക്കുന്നത് പവർ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കണ്ടറിയാം. സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫർ ആക്കിയിട്ടുണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ടാവും, 6 എയർ ബാഗ്സ് ഉള്ള മോഡൽസ് ഒക്കെ കാണും. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി വന്ന് ഒരു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആദ്യം തന്നെ ചാടിക്കേറി എടുത്തിട്ട് പവർ ഡ്രോപ്പ് ഉണ്ടോ, അയ്യോ എനിക്ക് പവർ ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. അതിനേക്കാൾ നല്ലത് ആളുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് അപ്ഡേഷൻ ഉണ്ട്. നമുക്ക് ബലേനോ എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ തൊട്ട് മേളിലെ മോഡൽ ബലേനോ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ തന്നെ കിട്ടും.
പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുമ്പോൾ ടൊയോട്ടയുടെ റൂമിയോൺ എന്ന് പറയുന്ന നമ്മുടെ മാരുതിയുടെ എർട്ടിക, രണ്ടും ഒരു വണ്ടിയാണല്ലോ. അപ്പം ജി എന്ന് പറയുന്ന വേരിയന്റിലേക്കും കൂടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പോയി എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മാരുതിയുടെ വണ്ടിയാണ്, നിങ്ങൾ ടൊയോട്ടയുടെ ബാഡ്ജിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഡിസൈൻ ചേഞ്ചോ അല്ല എന്തെങ്കിലും ഒരു റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറുന്നത് കുഴപ്പമില്ല. ഇത് സെയിം എക്സാക്ട് വണ്ടിയാണ്, അത് നമ്മൾ മാറിപ്പോയി എടുക്കേണ്ട. ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂസ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ പറയുന്ന ന്യൂസുകൾക്ക് ചിലപ്പോൾ 1-2 ദിവസത്തെ പഴക്കങ്ങളൊക്കെ കാണും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. കാര്യം എല്ലാ ദിവസവും ന്യൂസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന വരില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സെറ്റപ്പിനകത്ത് കുറച്ച് മിസ്സിങ്ങും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കുന്ന ചെയർ വീട്ടിൽ ഡൈനിങ് ടേബിളിന്റെ ചെയറാണ്. നമുക്കൊരു ചെയറൊക്കെ വാങ്ങാം, കുറച്ചും കൂടെ ഒരു 2-3 വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയറൊക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട, നമുക്കൊരു പേര് വേണം. ഈ ഒരു ന്യൂസ് പറയുന്ന സെഗ്മെന്റിന് ഒരു പേര് വേണം. എൻ്റെ മനസ്സിലുള്ള പേരെന്ന് പറയുന്നത് ടയർ ടോക്സ് എന്നാണ്. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ഓക്കെ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല കുറച്ചും കൂടെ ഒരു നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് കുറച്ചും കൂടെ അടിപൊളി ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ മിസ്റ്റർ ടയർ കൂട്ടിയിട്ടുള്ള ഒരു പേരാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ താല്പര്യമാണ്. നമ്മുടെ ചാനലിന്റെ പേര് അതാണല്ലോ. പിന്നെ നല്ല പേര് പറഞ്ഞു തരുന്ന ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കരുത് കമന്റ് ചെയ്യാൻ പേര് വേണം. അടുത്ത വീഡിയോയിൽ ഞാൻ പേരുമായിട്ടേ വരുള്ളൂ, പക്ഷേ നിങ്ങൾ അതിനുള്ള പേര് ഇട്ട് തരണം. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വായി തോന്നിയ പേരിടും, പിന്നെ എന്നോട് കാണാവണമെന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.